ഇടുക്കിയിൽ നിന്നും ജെയിനിസ് രാജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു നാടകീയമായി ഈ അറസ്റ്റ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട അറസ്റ്റിലേക്ക് പോയത്? മറ്റ് പഴുതുകൾ അടച്ചുകൊണ്ട് ഈ നീക്കം നടത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇത്ര തിടുക്കപ്പെട്ട് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിച്ച തുടർ നടപടികൾ നടത്തി റിമാൻഡിൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇത്തരത്തിൽ മറ്റു പല കേസുകളിലും ഇല്ലാത്ത വിധത്തിൽ ഈ നടപടി ഉണ്ടായി എന്നതാണ്. അറസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ വിശദമായി പങ്കുവയ്ക്കൂ ജെയിൻ. മോസി, ഇന്നലെ രാത്രിയാണ് തൊടുപുഴയിൽ നിന്ന് മുട്ടത്തേക്ക് പോകുന്ന വഴിക്ക് തൊടുപുഴ പോലീസ് രഞ്ജിത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഒരു സിനിമാ പ്രവർത്തകയായിട്ടുള്ള യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. അതിനുശേഷം ഏതാണ്ട് 2-3 മണിക്കൂറിന് ശേഷം കൊച്ചി പോലീസിന് രഞ്ജിത്തിനെ കൈമാറുകയായിരുന്നു. രഞ്ജിത്തിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി. BNS 84 അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് ഈ യുവതിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ആരോപണം. ഈ പരാതി സംബന്ധിച്ച് ഒരു SIT രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിശദമായി ഒരു പ്രാഥമിക അന്വേഷണം നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 28-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച പരാതി ലഭിക്കുന്നത്. 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയും ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രഞ്ജിത്തിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഈ സിനിമാ പ്രവർത്തക ഈ ക്യാരവാനിൽ എത്തുകയും ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ അഭിനയം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ഇവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അതുമായി ബന്ധപ്പെട്ട വിരോധമാണ് ഇത്തരമൊരു പരാതിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പരാതി. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി, ഈ പരാതിക്കാരി ക്യാരവാനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള യുവതി കൂടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നും വിശദീകരിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റ് വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് 3ാമത്തെ പരാതിയാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നു വരുന്നത്. നേരത്തെ ബംഗാളി നടി, അതോടൊപ്പം തന്നെ ഒരു യുവാവും ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ കേസിലൊന്നും കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളോ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിനും ഈ കേസിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ കാലതാമസം എന്ന് പറയുന്ന ഒരു ഘടകം ഈ കേസിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും മറ്റ് തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്.